Good morning. We'll start the class on redressal of consumer grievances, role of wages, stakeholders. ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ യു ആർ റിക്വയർഡ് ടു ഗോ ത്രൂ 4 ബുക്സ്. 4 ബുക്കുകൾ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഈച്ച് ബുക്ക് ഇസ് കോൾഡ് എ ബ്ലോക്ക്. So the first block is with regard to the role of media and state government in consumer protection. What is the role of the media and the state or the government in consumer protection? അതായിരിക്കും നമ്മൾ ഫസ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. So we'll move on to the first chapter, which is with regard to role of media and its impact on consumers. So media എന്താണ്, എങ്ങനെയാണ് ഇത് കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? Does it have a negative impact? If it has a negative impact, what are the remedies available to the consumers? എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് മാസ് മീഡിയ. എന്താണ് മാസ് മീഡിയ? സി ഇറ്റ് ഇൻക്ലൂഡ്സ് ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, റേഡിയോ, television, film, and online media. അപ്പോൾ nowadays online media is getting more and more popularity അല്ലെ? കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയയിലാണ്. ബാക്കി മീഡിയസിനേക്കാൾ കൂടുതൽ പോപ്പുലർ ആവുന്നത് ഓൺലൈൻ മീഡിയ ആണ്. What are the 3 basic functions of media? Okay, see, we are interested in collecting information, right? Local news ആയാലും regional ആയാലും national ആയാലും international news ആയാലും we are interested in collecting the information. Now this information is given to you through media, but that is why news channels are a popular hit nowadays, because we all depend on news either through TV or from radio or by reading the newspaper. We try to collect as much information as possible. That is the first function. Now, along with giving you information, this media also shapes your opinions about various things. നിങ്ങൾ എങ്ങനെ ഒരു കാര്യം കാണണമെന്ന് മീഡിയ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും. So the media can present a news in the negative light or in a positive way, right? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒപ്പീനിയൻസിനെ മീഡിയക്ക് ഷേപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് അവർ എങ്ങനെയാണോ ആ ന്യൂസ് പ്രസന്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് ഇരിക്കും. So the first function is information. Second is education. See, there are various types of advertisements which is being presented to you for your educational purpose. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളെ പറ്റി അറിയില്ലായിരിക്കും, അതിനെപ്പറ്റി അറിയിക്കാനായിട്ട് കുറച്ച് അഡ്വർടൈസ്മെന്റ്സ് ഗവൺമെന്റ് ആയിട്ട് തന്നെ ഇറക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാക്സിൻ എടുക്കണം കുട്ടികൾക്ക്, അല്ലെങ്കിൽ കെയർഫുള്ളി ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് that we need to be cautious. അല്ലെങ്കിൽ there are some channels like Victors, അല്ലെ, അതൊരു ഗവൺമെന്റ് ചാനലാണ്. That is main aim is to present educational material in a engaging or entertaining manner. അപ്പൊ അങ്ങനത്തെ ചാനൽസ് അതൊക്കെ എയിം ചെയ്യുന്നത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. The third function of media is to provide entertainment. അല്ലെ, നമ്മളെയൊക്കെ ഒന്ന് സ്ട്രെസ് റിലീഫ് ചെയ്ത് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിട്ടാണ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മീഡിയ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രി, എന്റർടൈൻമെന്റ് ചാനൽസ്, FM സ്റ്റേഷൻസ് എല്ലാം ഇത്രയും ഹ്യൂജ് ഹിറ്റ് ആവുന്നത്. അപ്പോൾ ദീസ് ആർ 3 മെയിൻ ഫങ്ഷൻസ്. ഇതിൽ ഇൻഫർമേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് പ്ലേസ് എ മേജർ റോൾ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫങ്ഷൻ ഇപ്പോഴും ഒരു മൈനോറിറ്റി ആയിട്ട് നിൽക്കുവാണ്. സോ ദർ ആർ 3 മെയിൻ ഫങ്ഷൻസ്. ഓക്കെ, നൗ വാട്ട് ആർ 3 ടൈപ്സ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റംസ്? Okay, first one is public service broadcasting. Public service broadcasting means it is broadcasted by the government or a non-profit organization. It is targeted towards public welfare and it is non-commercial in nature. See, public service broadcasting എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് എന്തെങ്കിലും ഗുണകരമായ കാര്യം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിനെയാണ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. So we do not intend to make a profit out of it. So we are not commercializing it. അല്ലെ, ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു ബ്രോഡ്കാസ്റ്റിംഗ് അല്ല പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. സെക്കൻഡ് ഇസ് കമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ്. സി, ബിസിനസ് ഓറിയന്റഡ് ആണ് കമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഡൺ ബൈ ദ ബിസിനസ്. സോ ദ മേജർ മോട്ടീവ് വിൽ ബി പ്രോഫിറ്റ് മേക്കിംഗ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ചാനൽ ആണെങ്കിൽ ദിയർ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ്സ് ആണ്. ഇൻ ഓർഡർ ടു അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ദേ നീഡ് ഗുഡ് റേറ്റിംഗ്സ്
and their programs are all aimed at getting this good ratings. അപ്പോൾ അത് കമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയായിട്ട് പ്രോഗ്രാംസ് വെച്ച് റേറ്റിംഗ്സ് കൂട്ടി അഡ്വർടൈസ്മെന്റ്സ് അട്രാക്ട് ചെയ്ത് ഇൻകം ഏൺ ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ് കമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. തേർഡ് ഇസ് കമ്മ്യൂണിറ്റി ബ്രോഡ്കാസ്റ്റിംഗ്. It is aimed at a section of a city or a group of villages, and the area of operation is very limited or small. ഇപ്പൊ കമ്മ്യൂണിറ്റി റേഡിയോസ് ആണ് ഒരു എക്സാമ്പിൾ. ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയായിട്ടുള്ള റേഡിയോ ആയിരിക്കും. അപ്പോൾ അവരുടെ ആൾക്കാർ തന്നെയായിരിക്കും പ്രോഗ്രാംസ് ചെയ്യുന്നത്, കേൾക്കുന്നതും ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ഡെമോക്രാറ്റിക് വേ ഓഫ് ഫങ്ഷനിങ് ആണ്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിറ്റി റേഡിയോസ് ഫങ്ഷൻ ചെയ്ത് പോകുന്നത്. Now, who has the eligibility to receive a license from the Government of India for operating community radios? Educational institutions, non-government organizations and Krishi Vigyan Kendrasന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ലൈസൻസ് എടുക്കാവുന്നതാണ് ടു ഓപ്പറേറ്റ് കമ്മ്യൂണിറ്റി റേഡിയോസ്. സോ ഈ പ്രോഗ്രാംസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഓഡിയൻസ് തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. Here I have put some example. Say this is an example for community radio. ഈ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു റേഡിയോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. Then this is an example of a commercial advertisement. അല്ലെ, ഈ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുന്നത്. This one says spare parts for humans are not as original as those for cars. Don't drink and drive എന്ന് പറയുന്നത് അതൊരു മെസ്സേജ് പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു പബ്ലിക് സർവീസിന്റെ ഭാഗമായിട്ട് വരുന്നതായി. ഓക്കെ, സോ ദർ ആർ 3 types of broadcasting എന്ന് നമ്മൾ കണ്ടു. We also know what are the 3 functions of advertising. Now we'll move on to the 3 objectives of advertisements. What are the 3 main objectives? First is to inform the public. അല്ലെ, ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് the first objective of advertisement. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? See, through advertisement they are trying to inform you about the existence of a new product. അല്ലെ, പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആളുകൾ അറിഞ്ഞാൽ മാത്രമേ അവരത് വാങ്ങിക്കത്തുള്ളൂ. So the customers must be made aware of the existence of a new product so that they can be influenced to buy that particular product. അപ്പോൾ അതാണ് ഫസ്റ്റ്. അത് ഇൻഫോം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദേ ഇൻഫോം അബൌട്ട് എ ന്യൂ പ്രോഡക്റ്റ് ഓർ എ സർവീസ്. ഇനി നിങ്ങളുടെ പ്രോഡക്റ്റിൽ തന്നെ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കസ്റ്റമർ അറിഞ്ഞിരിക്കണം. So what is the additional benefit that your product carries now? അത് അവരെ ഇൻഫോം ചെയ്യുക, അപ്ഡേറ്റ്സ് അറിയിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അല്ലെങ്കിൽ ചില പ്രോഡക്ട്സ് റീലോഞ്ച് ചെയ്യും, അപ്പൊ അതിനെപ്പറ്റി കൺസ്യൂമേഴ്സിനെ ഇൻഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തിനാണ് കൺസ്യൂമേഴ്സിനെ ഇൻഫോം ചെയ്യുന്നത്? വൈ ഡു വി മേക്ക് ദം അവെയർ അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് അവർ പ്രോഡക്റ്റ്? ഇറ്റ് ഈസ് ടു ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ദി പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ദി സർവീസ് ഓർ ഫോർ എ കോസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് അറിയിച്ച് അതുവഴി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നൗ ഈ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ആൾക്കാരെ ഇൻഫോം ചെയ്താലും ഇറ്റ് ഹാസ് എ ഹിഡൻ അജണ്ട ബിഹൈൻഡ് ഇറ്റ്. അല്ലെ, അതിന്റെ പിറകെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട് എന്ത് കാര്യം നമ്മൾ ആൾക്കാരെ ഇൻഫോം ചെയ്താലും. ഇൻ കേസ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ്, ഹിഡൻ അജണ്ട അല്ലെങ്കിൽ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is to influence or change your behavior and modify your belief. നമുക്കതിനെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലും തിരിച്ചുവിടാം, പോസിറ്റീവായിട്ടുള്ള രീതിയിലും തിരിച്ചുവിടാം. അപ്പൊ നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബിലീഫിനെ മോഡിഫൈ ചെയ്യാൻ, മാറ്റാൻ ഒക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും അഡ്വർടൈസ്മെന്റ്സ് ശ്രമിക്കുന്നത്. ഇറ്റ്സ് മെയിൻ അജണ്ട എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഇൻഫോം യു. സെക്കൻഡ് ഇസ് ടു പെർസ്വേഡ്. That is, they are trying to persuade you to buy that product. അല്ലെ, അപ്പൊ അങ്ങനെ നിങ്ങളെ ബൈ ചെയ്യാനായിട്ട് അവർക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? They will compare their product with that of their competitors. അല്ലെ, കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ് ആൻഡ് സർവീസുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് അതിൽ നിന്നും സുപ്പീരിയർ ആയിരിക്കുന്നത് എന്ന് അവർ പ്രസന്റ് ചെയ്യുന്നു. They will highlight the points that make their product superior than that of their competitors. അപ്പൊ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും കൺസ്യൂമേഴ്സ് കുറച്ചുകൂടെ കൺവിൻസ്ഡ് ആകും. ദേ വിൽ ബി മോർ
convince to purchase your product. So what is persuasive communication? It can be defined as a process through which people attempt to influence the belief or actions of others. I'm trying to make them buy a product. I'm influencing their action. I'm trying to make them believe that my product is superior to others. So I'm trying to influence their belief. എൻ്റെ പ്രോഡക്റ്റ് മറ്റേനേക്കാൾ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അത് വാങ്ങിക്കാനായിട്ട് ഞാൻ അവരെ encourage ചെയ്യുകയാണ്. But that is a part of persuasive communication. So we are trying to convince the audience. Then the third is to remind. Okay. So നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി, so the customer became aware of that particular product. We informed about the existence of the product. Then we persuaded them to purchase our product. And the third objective is to keep on reminding about your product. അല്ലെ, നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് പൊസിഷൻ നമ്മൾ പറയാണ്, ഇപ്പൊ ഒരു ഡോമിനന്റ് പൊസിഷനിലാണ്, നമ്പർ 1 ആണ് ഇന്ത്യയിൽ. അപ്പോൾ അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, so that people don't forget about your product and they are constantly reminded about your product. അല്ലെ, അപ്പോൾ അങ്ങനെ റിമൈൻഡേഴ്സ് അയച്ചുകൊണ്ടേ ഇരിക്കും. ഇനി നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഷോർട്ട് മെസ്സേജസ് നമുക്ക് അയക്കാവുന്നതാണ്. നമ്മളൊരു പെർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോഴത്തേക്കും ദി കളക്ട് അവർ ഫോൺ നമ്പർ. പിന്നീട് എന്തെങ്കിലും ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ്, ന്യൂ പ്രോഡക്ട്സ് ഒക്കെ വരുമ്പോൾ ദി കീപ് ഓൺ മെസ്സേജിങ് അസ്. അല്ലെ, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ദി ആർ റിമൈൻഡിങ് അസ്, അവർ സ്റ്റോർ ഇസ് സ്റ്റിൽ ദേർ, we have got new products, you can come and purchase it. അപ്പൊ നമ്മൾ അങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കസ്റ്റമേഴ്സിനെ. So what is reminder advertising? The strategy of sending short messages to the interested group is called reminder advertising. Appo there are 3 objectives, okay, to inform, to persuade, and to remind. Now, what are the 2 types of advertisements? See, advertisements can be classified into 2. The first one is classified advertisement, and second is display advertisements. See, classified advertisement എന്ന് പറയുമ്പോൾ it is mostly text based, it is short and carries very limited information. Okay, അപ്പൊ അതിൽ ടെക്സ്റ്റ് മാത്രമേ കാണത്തുള്ളൂ, it is very brief and limited information മാത്രമേ അത് ഉൾക്കൊള്ളുന്നുള്ളൂ. Now, display advertisements എന്ന് പറയുന്നത് it uses multimedia elements. See, if it's a print-based advertisement, you can use text, not just text, you can use photographs, graphics, colorful designs to attract the attention of the readers. Now, if it is an audio-visual medium, then you can use animation and visual effects along with the video. Now, for a digital media platform, you can include interactivity along with multimedia presentations. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ആൾക്കാരുടെ അറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ കുറച്ച് സമയം നമ്മുടെ അഡ്വർടൈസ്മെന്റ് നോക്കാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇന്റൻഷൻ. സോ ഐ ഹാവ് ഗിവൻ സം എക്സാമ്പിൾസ്. സീ, ഇൻ ദ ഫസ്റ്റ് type I said it is mainly text, it is short and contains limited information. But നമ്മുടെ newspapers-ലൊക്കെ classified advertisements you have seen with regard to maybe it contains news about a plot which is there for sale or about a job opportunity അല്ലെങ്കിൽ മാട്രിമോണിയൽ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്ലാസിഫൈഡ് അഡ്വർടൈസിംഗ് ആണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല, ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ, ബ്രീഫ് ആണ്, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ മെൻഷൻ ചെയ്യത്തുള്ളൂ. ദാൽ ബി എ കോൺടാക്ട് നമ്പർ. ഇഫ് യു വാണ്ട് ടു നോ ദ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് ദം ത്രൂ ദാറ്റ് നമ്പർ. Now, the second is an example of a display advertisement. See, as you can see, they have included images, they have used a color, a beautiful design to attract your attention. So this is an example of a display advertisement. So 2 types of advertisement: classified advertisements and display advertisements. The TV like varunadum ellam is an example of display advertisement. Okay. Now, what are the 2 strategies that is adopted by business groups? First is external communication. See, ഒരു ബിസിനസ് ആവുമ്പോൾ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ദർ വിൽ ബി ഔട്ട്സൈഡേഴ്സ് ആസ് വെൽ ആസ് ഇൻസൈഡേഴ്സ്. എംപ്ലോയീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ദി ഫോം പാർട്ട് ഓഫ് ദ ഇൻസൈഡേഴ്സ് ഗ്രൂപ്പ്. ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ദ ജനറൽ പബ്ലിക് അല്ലെ, സൊസൈറ്റി, ഗവൺമെന്റ്, ഇതെല്ലാം എക്സ്റ്റേണൽ ആൾക്കാരായിട്ട് വരും.
Now, external communication is targeted towards the audience and the society in general. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവരുമായിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ സൊസൈറ്റി ഇൻ ജനറലുമായിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ് ഓൺ അഡ്വർടൈസ്മെന്റ്സ്, പ്രസ് റിലീസസ്, അഡ്വർട്ടോറിയൽസ് എക്സെട്ര. Now, for internal communication, ബിസിനസ്സിനകത്തുള്ള ഷെയർ ഹോൾഡേഴ്സും എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ they will depend upon their own communication system. ഓർഗനൈസേഷനിൽ എങ്ങനെയാണോ എംപ്ലോയീസും ഷെയർ ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ചാനൽസ് യൂസ് ചെയ്തായിരിക്കും അവർ ആ കമ്പനിയെ പറ്റിയും പ്രോഡക്റ്റിനെ പറ്റിയും അവരുടെ ഇടയിൽ ഒരു ഗുഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. What are the two categories of advertisement? Okay, the first is product advertising. പ്രോഡക്റ്റ് അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ മാർക്കറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് പീപ്പിൾ ഹു മൈറ്റ് ബിക്കം അവർ കസ്റ്റമേഴ്സ് ഇൻ ഫ്യൂച്ചർ, അവർ ആ പ്രോഡക്റ്റിന്റെ എക്സിസ്റ്റൻസിനെ പറ്റി അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ആണ് പ്രോഡക്റ്റ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസിങ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനല്ല, ഇൻഡയറക്ട്ലി പ്രോഡക്റ്റ് പ്രൊമോട്ടഡ് ആകും, ബട്ട് ദേ ആർ മെയിൻലി ഫോക്കസിങ് ഓൺ പോപ്പുലറൈസിങ് ദിയർ ബ്രാൻഡ് നെയിം ഓർ കമ്പനി നെയിം അല്ലേ. അപ്പൊ അവരുടെ കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ബ്രാൻഡ് ലോയൽറ്റി വരത്തുള്ളൂ, എങ്കിൽ മാത്രമേ കോമ്പറ്റീറ്റേഴ്സിനെ തേടി പോവാതെ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ അവർ കണ്ടിന്യൂസ്ലി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. So one of the methods of institutional advertising is through campaigns and sponsoring events. നിങ്ങളിപ്പോൾ ഒരു സ്പോർട്സ് ഇവന്റ് എടുത്താൽ പോലും സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സൈഡിൽ കംപ്ലീറ്റ് അവരുടെ അഡ്വർടൈസ്മെന്റ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. സോ അതൊരു സ്പോൺസറിങ് ഇവന്റിന്റെ എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ക്യാമ്പയിൻസ് അവർക്ക് നടത്താവുന്നതാണ്. ദാറ്റ് ഈസ് ഓൾ എക്സാമ്പിൾസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസിങ്. സി ഇൻ ദ ഫസ്റ്റ് ഇമേജ് ഇറ്റ് ഈസ് അബൌട്ട് എ പ്രോഡക്റ്റ് അല്ലേ. ബഫ്രിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ആസ്പ്രിൻ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ എഫക്റ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ്. സോ ദേ ഗിവിംഗ് എ അവയർനെസ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. Now in the second one, see, they are saying we wish you a scary Halloween, everybody wants to be a hero. അപ്പൊ ഇവിടെ അവരുടെ പ്രോഡക്റ്റിനെ അല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്, അവരുടെ ബ്രാൻഡ് അല്ലെങ്കിൽ കമ്പനി, പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ കമ്പനി നെയിമിനെ അവർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. That is an example of a institutional advertisement. Okay, so product advertising and institutional advertising. Now, what are the appeals used in advertisements? So the first one is consumatory messages. Advertisement main aim endana to awaken the desire of the consumer and motivate them to buy the product അല്ലേ. desire plus ability to buy plus willingness to buy ആണ് നമ്മൾ ഒരു അൾട്ടിമേറ്റ് സെയിൽസിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമുക്കൊരു ഡിസയർ വേണം, ആ സാധനം വേണം എന്നൊരു ആഗ്രഹം വേണം. വി മസ്റ്റ് ബി വില്ലിംഗ് ടു മേക്ക് ദ പർച്ചേസ്, വാങ്ങിക്കാൻ നമ്മൾ തയ്യാറാണ്. ആൻഡ് വി മസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു പർച്ചേസ് ദാറ്റ് പ്രോഡക്റ്റ്, നമുക്ക് വാങ്ങിക്കാനായിട്ട് കഴിവുമുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ആള് നമ്മുടെ കൺസ്യൂമർ ആയിട്ട് മാറത്തുള്ളൂ. ദേ വിൽ മേക്ക് ദ പർച്ചേസ്. അപ്പൊ അങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്താണ് കൺസ്യൂമേറ്ററി മെസ്സേജസ് എന്ന് പറയുന്നത്, ടു മേക്ക് ദം ബൈ ദറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ അവര് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ പ്രോഡക്റ്റിനെ ഒരു ടെംപ്റ്റിംഗ് രീതിയിൽ പ്രസന്റ് ചെയ്യും, കാണുമ്പോഴേ നമുക്ക് വാങ്ങിക്കാനായിട്ട് തോന്നും. അങ്ങനത്തെ രീതിയിലുള്ള മെസ്സേജസ് ആയിരിക്കും അവർ അതിന്റെ ഭാഗമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റൽ മെസ്സേജസ് എന്ന് പറയുമ്പോഴത്തേക്കും they will present a problem to you. See, there is this problem. Then eventually they will introduce their product to you as a solution to that problem. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നിലവിലുണ്ട്, ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ അഡ്വർടൈസ്മെന്റ് കൺവേ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഇൻസ്ട്രുമെന്റൽ മെസ്സേജ്. So I have included examples in the next slide. So the first one is an example of consumatory message where they are presenting the food. The image is very appetizing. So നമുക്ക് ഇത് കാണുമ്പോഴേ ഇത് വാങ്ങിക്കാനായിട്ടൊരു ഇത് തോന്നാം. അപ്പൊ ഷ്രിംപ് ന്യൂഡിൽസിനെ പറ്റിയുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ കൺസ്യൂമേറ്ററി മെസ്സേജ്. ദേ ആർ മേക്കിംഗ് യു aware about the existence of such a product and trying to awaken the desire inside you to buy that product.
Now the second one, see, they have pointing out 5 problems with regard to your hair, that it might be straw-like, it is dull, it is lifeless, it's limp, it's weak. So all these problems are there for a person's hair, and this shampoo is a solution for all these 5 problems എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതൊരു ഇൻസ്ട്രുമെന്റൽ മെസ്സേജിന് എക്സാമ്പിൾ ആണ്. They are putting forward a problem and then they are offering the product as a solution to that problem. Now next topic is advertisements and consumers. See, consumers ആയിട്ട് അഡ്വർടൈസ്മെന്റിന് എന്താണ് മെയിൻ റൂൾ? ഫസ്റ്റ് നമുക്കറിയാം, it is to create awareness among the consumers about a particular product or service. And once they are aware, they will try to convert this awareness into a buying decision. അല്ലെ, ആളുകൾ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അവർ വാങ്ങിക്കാൻ തയ്യാറാകണം. അപ്പൊ അവരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാനായിട്ട് we will be offering various discounts. We'll be giving a buy one get one free എന്ന് പറയുന്നൊരു ഇതിലോട്ട് പോകും. We'll be giving free coupons, we'll be giving samples. അപ്പൊ ഇങ്ങനത്തെയൊക്കെ വഴിയായിട്ട് we are trying to persuade them to make that buying decision. Now once you have got your own group of customers, we are going to attract customers of competitive brands. അല്ലെ, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി അവെയർ ആക്കി നമുക്കായിട്ട് കുറച്ച് കൺസ്യൂമേഴ്സിനെ നേടിയെടുത്തു. Now we are trying to attract the customers of our competitor. നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ കസ്റ്റമേഴ്സിനെയും കൂടെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പെർസ്വേഡ് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെന്റ്സ് എയിം ചെയ്യും. Now the next one is to retain the target customers. ഇപ്പോൾ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് പുതിയതായിട്ട് വരുന്ന കോമ്പറ്റീറ്റേഴ്സിന് എടുത്തോട്ട് പോവാതിരിക്കാൻ അവരെ റീറ്റെയിൻ ചെയ്യാനായിട്ട് അഡ്വർടൈസ്മെന്റ്സ് ഹെൽപ്ഫുൾ ആണ്. These are the various roles played by the advertisement amongst the consumers. Now, what is the AIDA principle? AIDA stands for attention, interest, desire and action. അല്ലേ? അപ്പൊ അറ്റൻഷൻ എന്ന് പറയുന്ന ആ ഒരു ഫേസിൽ, അതിന് അവയർനെസ് എന്നും ചിലതിൽ പറയുന്നുണ്ട്. അറ്റൻഷൻ എന്ന് പറയുന്നതിലാണ് കസ്റ്റമർ ബിക്കംസ് അവെയർ ഓഫ് യുവർ പ്രോഡക്റ്റ് ത്രൂ അഡ്വർടൈസ്മെന്റ്. ദെൻ ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നു, അപ്പൊ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി വരുന്നു, അല്ലെ, വാട്ട് ഇസ് ഇറ്റ്? അതാണ് ആ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. സെക്കൻഡ് വൺ, ഇൻട്രസ്റ്റ്. നിങ്ങൾ ആ അഡ്വർടൈസ്മെന്റ് എന്തിനെ പറ്റിയാണ് എന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ഇൻട്രസ്റ്റ്, അല്ലേ? ദ കൺസ്യൂമർ ബിക്കംസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് അബൌട്ട് യുവർ പ്രോഡക്റ്റ് ബെനിഫിറ്റ്സ് ആൻഡ് ഹൗ ഇറ്റ് ഫിറ്റ്സ് വിത്ത് ദ ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ അഡ്വർടൈസ്മെന്റ് ആദ്യം എന്തിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നു, അപ്പൊ ഇറ്റ് ഹാസ് ഗ്രാബ്ഡ് അവർ അറ്റൻഷൻ. അപ്പൊ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫിക്സും ഓഡിയോ വിഷ്വൽ ഇമേജസും കളർഫുൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സും എല്ലാം ചെയ്യുന്നത്. വൺസ് യു ഗ്രാബ് ദി അറ്റൻഷൻ, നമ്മൾ സെലിബ്രിറ്റീസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം യുവർ അറ്റൻഷൻ ഈസ് ഗ്രാബ്ഡ്. അത് കഴിയുമ്പോൾ ദേ വിൽ ക്രിയേറ്റ് എൻ ഇൻട്രസ്റ്റ് വിത്തിൻ യു. അപ്പം നിങ്ങൾക്ക് ആ സാധനം കൊള്ളാം എന്ന് തോന്നി തുടങ്ങും. തേർഡ് ഈസ് ഡിസയർ. ഓക്കെ, ദ കൺസ്യൂമർ ഡെവലപ്സ് എ ഫേവറബിൾ ഡിസ്പൊസിഷൻ ടുവേർഡ്സ് ദി പ്രോഡക്റ്റ്. ആ സാധനം വേണം എന്നൊരു ചിന്തയിലേക്ക് കസ്റ്റമർ എത്തുന്നു. ഐ വോണ്ട് ദാറ്റ് പ്രോഡക്റ്റ് എന്ന് അവർ പറയുന്നു. ദെൻ ദിസ് വിൽ make them to move into action. അപ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ the consumer forms a purchase intention to make a purchase. അപ്പോൾ they will decide that they are going to get that product. ഇതാണ് 4 stages through advertisement. Advertisement follow ചെയ്യുന്നത് AIDA principle ആണ്. They will try to grab the attention, they will create an interest, they will develop a desire and then encourage the consumer to make the action of buying that product. ഇതാണ് അതിന്റെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, they have explained about Maslow's need hierarchy theory, where all the needs are classified into 5 areas. The basic need consists of the physiological needs and safety needs. That is, first ഒരാൾക്ക് വേണ്ടത്, നമുക്ക് ആദ്യം ഫുഡ് വേണം, വെള്ളം വേണം, we need a place to stay and rest. Then we need security and safety, അല്ലെ? നല്ലൊരു പ്രോപ്പർ ലോ ഉണ്ടായിരിക്കണം, ഒരു സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യണം. തേർഡ്, നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് ആൻഡ് ഫ്രണ്ട്സ്. നമുക്കായിട്ടൊരു സോഷ്യൽ ഗ്രൂപ്പ് വേണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വി നീഡ് പ്രസ്റ്റീജ് ആൻഡ് ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. എന്തൊക്കെയോ നേടിയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവണം. ആൻഡ് ദ ലാസ്റ്റ് നീഡ് ഇസ് സെൽഫ് ആക്ച്വലൈസേഷൻ, അച്ചീവിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ. അതായത് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ബാക്കി എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ആയി കഴിയുമ്പോഴത്തേക്കും
we have to feel that we have achieved our full potential എന്നുള്ള രീതിയിലോട്ട് എത്തുക എന്നുള്ളതാണ്. സോ ഈ ഒരു 5 ഏരിയാസ് ഉണ്ട്. ഇതിൽ ഏത് ഏരിയയിലാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൺസ്യൂമേഴ്സിന് ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഫുഡൊക്കെ ആണെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നിങ്ങളുടെ ഒരു ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ അത് സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലോട്ട് വരുന്നതാണ്. ഇപ്പോൾ വാട്സാപ്പ് പോലത്തുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു കണക്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് യുവർ സോഷ്യൽ സർക്കിൾ. അപ്പോൾ അത് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ ഏത് കാറ്റഗറിയിലാണോ കസ്റ്റമറിന് നീഡ് ഉള്ളത് ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കണം മാർക്കറ്റിൽ ഇറക്കുന്നത്. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ഡിസയർ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർ വാങ്ങിക്കത്തുള്ളൂ. ദിസ് ഇസ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. Then what are the negative effects of advertisement? അഡ്വർടൈസ്മെന്റിന്റെ ദൂഷ്യഫലങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അതായത് നമ്മൾ when we see an advertisement they're making all sorts of promises like you're going to get fair in a month or you're going to get rid of your wrinkles, you're going to get healthy എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് കാണുന്നവരാണ്. അപ്പോൾ we have high expectations. If we over expect then we'll end up getting dissatisfied അല്ലേ? നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും we'll feel dissatisfied. നമ്മൾ ഹാപ്പി ആയിരിക്കത്തില്ല. ദാറ്റ് ഇസ് വൺ ഓഫ് ദ നെഗറ്റീവ് ഇഫക്ട്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്. സോ എപ്പോഴും നമ്മളൊരു റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ്സിനെ പ്രോസസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. വെൻ ദേ സേ സംതിങ് ഡോണ്ട് ബിലീവ് ഇറ്റ് ബ്ലൈൻഡ്ലി, know that there will be certain limitations for that product. പിന്നെ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ we will not be that disappointed. Then anxiety and irritation create ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. See, if you are constantly being exposed to advertisements about getting an insurance, then you will feel anxious അല്ലേ? നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് പോളിസി ഇല്ല, റിസ്ക് ഉണ്ട്, ഇങ്ങനെ റിസ്ക്സ് ഉണ്ട്, ഫേസ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള സാഹചര്യത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻസൈറ്റി ആൻഡ് ഇറിറ്റേഷൻ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് എ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ്. The next is confusion. See, there are a lot of products, same type of products, different companies offer ചെയ്യുന്നുണ്ട്. അപ്പോൾ which one is good, which one to trust എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് എ നെഗറ്റീവ് ഇഫക്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ്. മാത്രമല്ല, see, we are most often confused. Do we need that product or not? നമ്മളത് ചിന്തിക്കുന്നില്ല. And most of the time we see a product, we'll buy it and then finally we might end up not wanting that product. നമുക്ക് ആക്ച്വലി ആവശ്യമുള്ള കാര്യമല്ല. We are being confused and they are trying to convince you that you need that product, but in reality you don't need it. അപ്പോൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആണ്. റെസ്ട്രിക്ഷൻ ഓൺ ഫ്രീഡം ഓഫ് ചോയ്സ്. നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയത്തില്ല, നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഇസ് ഇറ്റ് ഗുഡ് ഓർ നോട്ട് എന്ന് അറിയില്ല, യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. So it imposes a restriction on the freedom of choice. Last is stress. See, if you become a shopaholic, നിങ്ങളിപ്പോൾ കാണുന്ന സാധനം എല്ലാം വാങ്ങിച്ചു കൂട്ടുകയാണെങ്കിൽ you will end up in a financial crunch അല്ലെ? നിങ്ങൾക്ക് കയ്യിൽ നിങ്ങളുടെ പൈസ എല്ലാം വെറുതെ ആവശ്യമില്ലാത്ത സാധനം വാങ്ങിച്ചു പോവുകയാണ്. So you will ultimately end up having a shortage of funds in your hand. അപ്പോൾ നിങ്ങളത് സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ്. So how do you live with the media? It has got negative impacts എന്ന് നമ്മൾ കണ്ടു. So what are the solutions? First is self-restraint. നമുക്ക് തന്നെ അത് അവെയർ ആയിരിക്കണം എന്ത് സാധനം നമുക്ക് ആവശ്യമുണ്ട്, എന്ത് ആവശ്യമില്ലാത്തതാണ്. അപ്പൊ നമുക്ക് അത്രയും ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന സാധനം മാത്രം പൈസ കൊടുത്ത് വാങ്ങിക്കുക. അല്ലാതെ അഡ്വർടൈസ്മെന്റ്സ് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി അൺനെസറി ഐറ്റംസ് വാങ്ങിച്ച് വെറുതെ നമ്മുടെ പൈസ വേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ദെൻ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തുമാത്രം മീഡിയയിലോട്ട് നിങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. സി ഇഫ് ഇറ്റ്സ് ക്രിയേറ്റിംഗ് സം സോർട്ട് ഓഫ് ആങ്സൈറ്റി വിത്തിൻ യു, നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് കാണാതിരിക്കുക എന്നൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്. ദാറ്റ് ഓപ്ഷൻ ഇസ് ഓൾവേസ് അവൈലബിൾ ടു യു. ദെൻ ഗ്രൂപ്പ് എഫേർട്സ് പ്ലസ് ഇൻഡിവിജ്വൽ അവയർനെസ്. ഗ്രൂപ്പ് എഫേർട്സ് പ്ലസ് ഇൻഡിവിജ്വൽ അവയർനെസ് ആണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇപ്പോൾ വേണമെങ്കിൽ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി, അതാണ് MIL എന്നിവിടെ എഴുതിയിരിക്കുന്നത്. മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറഞ്ഞൊരു കോഴ്സ് തന്നെയുണ്ട്. യു ക്യാൻ ടേക്ക് ദാറ്റ് കോഴ്സ് ഓർ യു ക്യാൻ കളക്ട് ദ ഇൻഫർമേഷൻസ് വിച്ച് ഇസ് ബീയിങ്
present it to you through information, through advertisements, and then you can make the decision whether it is a good one or not. അപ്പം നിങ്ങൾക്ക് ആ ഇൻഫർമേഷനെ ഡിസെമിനേറ്റ് ചെയ്യാനായിട്ടും റീസണബിൾ ആയിട്ട് പ്രോസസ് ചെയ്യാനായിട്ടും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങിക്കാനായിട്ട് അല്ലാത്ത കാര്യങ്ങൾ വിടാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു എഫേർട്ട് മസ്റ്റ് ബി മെയ്ഡ് ബോത്ത് ദ ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് ഗ്രൂപ്പ് എഫേർട്ട് മസ്റ്റ് ഓൾസോ ബി മെയ്ഡ്. Then issues inviting collective and individual action. അതായത് ഇപ്പോൾ ഏതെങ്കിലും ക്ലാസ് ഓഫ് പീപ്പിളിനെ ഏതെങ്കിലും ഒരു ജെൻഡർ ബേസിസിൽ അല്ലെങ്കിൽ കാസ്റ്റിന്റെ ബേസിസിൽ അല്ലെങ്കിൽ കളറിന്റെ ബേസിസിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് പ്രോപ്പർ ആക്ഷൻസ് എടുക്കാനായിട്ട് അപ്പോൾ തന്നെ വില്ലിങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഫാൾസ് അഡ്വർടൈസ്മെന്റ്സ് വന്നിട്ടുണ്ട്, ഫേക്ക് ക്ലെയിംസ് ഒക്കെയാണ് അവർ വെക്കുന്നത്, മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി അതിന് അഗെയിൻസ്റ്റ് ആക്ഷൻസ് എടുക്കാവുന്നതാണ്. സോ ദാറ്റ് അഡ്വർടൈസ്മെന്റ് ഇസ് നോട്ട് പബ്ലിഷ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് യൂണിറ്റ് ഓർ ദ സെക്കൻഡ് ചാപ്റ്റർ. ഇറ്റ് ഇസ് വിത്ത് റിഗാർഡ് ടു മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് and the regulatory mechanism. How are you going to regulate misleading advertisements? അതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. So let's discuss what is a misleading advertisement. എന്താണ് misleading advertisement? See, the companies are profit more oriented, അല്ലേ? Profit maximum create ചെയ്യാൻ വേണ്ടിയായിട്ട് what do? They want to increase their sales, അല്ലെ? പ്രോഡക്ട്സും സർവീസസിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഇന്റൻഷൻ. So they're going to make false and exaggerated claims about the qualities and effectiveness of their product and service. They will make false claims. ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും അല്ലെങ്കിൽ ഓവറായിട്ട് പറയും, എക്സാഗ്രേറ്റ് ചെയ്ത് പറയും അവരുടെ ക്വാളിറ്റീസിനെയും എഫക്റ്റീവ്നെസ്സിനെയും പറ്റിയൊക്കെ. But this is an example of a misleading advertisement. So misleading advertisement includes exaggerating and overstating, expressing unrealistic attributes of the product. ഇല്ലാത്ത കാര്യങ്ങൾ ആ പ്രോഡക്റ്റിന് ഉണ്ട് എന്ന് നമ്മൾ പറയും. യൂസ് ഓഫ് പ്രൊഫഷണൽ കോൺസെപ്റ്റ്സ് ഫോർ മോർ എഫക്റ്റ്. ഡോക്ടർ റെക്കമെൻഡഡ് ആണ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആണ് എന്നൊക്കെ ചുമ്മാ, അത് ചിലപ്പോൾ ആക്ച്വലി ഒരു ഡോക്ടർ ആയിരിക്കത്തില്ല, ഒരു ആക്ടർ ആയിരിക്കും വന്ന് ഒരു കോട്ടും ഇട്ട് നിന്നിട്ട് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് ആണ്. ഫേക്ക് ലൈസൻസ്, ഫോൾസ് വാറണ്ടീസ്, മിസ്ലീഡിങ് ഇമേജസ്, പിന്നെ ചിലപ്പോൾ ഫ്രീ ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അട്രാക്ട് ചെയ്യും. നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കുമായിരിക്കും അവർ റിവീൽ ചെയ്യുന്നത് അത് 1-2 പ്രോഡക്റ്റിന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും നമ്മൾ പൈസ കൊടുത്തിട്ട് എടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ വരും. അപ്പോൾ those are all examples of misleading advertisements which are aimed at trapping or cheating the customers. See, I have given some examples here. See, ഇത് കണ്ടോ, ഫാൾസ് ഇമേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റിൽ ഇങ്ങനെ ആയിരിക്കും, വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് ബർഗർ. Then they are saying ഫ്രീ ലഞ്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും, ചെല്ലുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നത്. Then this product promises to remove wrinkles within minutes. അപ്പോൾ ഇതൊരു false claim and they are exaggerating the effect of their product. Then Viceroy's filter the smoke. As your dentist, I would recommend Viceroy എന്നൊക്കെ പറയാണ്. അപ്പം ഈ പറയുന്ന ആളൊരു ഡോക്ടറോ ഡെന്റിസ്റ്റോ ഒന്നും ആയിരിക്കത്തില്ല, ജസ്റ്റ് ഒരു ആക്ടർ ആയിരിക്കും ഹൂസ് ആക്ടിങ് ഇൻ ഫോർ ദാറ്റ് അഡ്വർടൈസ്മെന്റ്. അപ്പം അങ്ങനെ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So what are the regulatory measures available? See, there is the Advertising Standards Council of India, ASCI, ഉണ്ട്. അപ്പോൾ they are set up to act as a regulatory authority. Okay, അപ്പോൾ Advertising Standards Council of India was set up in 1985. It is a non-profit organization. It is self-regulatory organization for the advertising industry. Self-regulatory ആണ്, അവർ വോളണ്ടറി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, സ്വയം റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അവരുടെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസ് ദ പബ്ലിക് കോൺഫിഡൻസ് ഇൻ അഡ്വർടൈസിങ്, സോ ദാറ്റ് അഡ്വർടൈസ്മെന്റ്സ് എല്ലാം കള്ളത്തനമാണ്, ഇറ്റ് ഇസ് നോട്ട് ട്രസ്റ്റ് വർത്തി എന്നുള്ളൊരു ഇതിലോട്ട് ആൾക്കാർ പോവാതിരിക്കാനായിട്ട്, ടു മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസ് ദ പബ്ലിക് കോൺഫിഡൻസ് ഇൻ അഡ്വർടൈസിങ്, the Advertising Standards Council of India has been set up. So what are these have given the codes of conduct. അപ്പം അവരുടേതായ കുറെ കോഡ്സ് ഉണ്ട്. What are the principles of the ASCI codes? First one is to ensure the truthfulness and honesty of representation and claims. So if a particular product is claiming something,
They will check whether that claim is a truthful and honest one. രണ്ടാമത്തെ, to ensure that advertisements are not offensive to generally accepted standards of public decency. So your product must be a decent one. It should not offend anyone. It should not be presented in an offensive manner. അത് അവരെ ensure ചെയ്യും. Third, to safeguard against the indiscriminate use of advertising in situations or of the promotion of products or services which are regarded as hazardous or harmful. അപ്പോൾ ഹസാർഡസ് അല്ലെങ്കിൽ ഹാംഫുൾ, ആളുകൾക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ അഡ്വർടൈസ് ചെയ്യാതെ ഇരിക്കാനായിട്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ആൽക്കഹോൾ ആയാലും സിഗരറ്റ്സ് ആയാലും ടുബാക്കോ ആയാലും ഹാംഫുൾ ആണ് ടു യുവർ ഹെൽത്ത്. അപ്പൊ അതിനെ പറ്റിയുള്ള അഡ്വർടൈസ്മെന്റ്സ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ടു എൻഷുർ ദാറ്റ് അഡ്വർടൈസ്മെന്റ്സ് ഒബ്സർവ് ഫെയർനെസ് ഇൻ കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീറ്ററിനെ അടിച്ചു താക്കാനായിട്ട് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിലോട്ട് പോവാതിരിക്കാനായിട്ടും അവരിത് ശ്രദ്ധിക്കുന്നുണ്ട്. So it is not in competition with the law. Its rules are designed to complement legal controls. Okay, അപ്പം ലോയുമായിട്ട് ഒരുമിച്ച് പോവുക, അതിന് എഗൻസ്റ്റ് പോവാതിരിക്കുന്നതാണ്. അവരുടെ ഒരു സെൽഫ് റെഗുലേറ്ററി ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് ഓഫ് ദി അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. അപ്പോൾ അവർ എന്താണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ ടു എൻഷുർ ദാറ്റ് അഡ്വർടൈസ്മെന്റ്സ് കൺഫേം ടു ഇറ്റ്സ് കോഡ് ഫോർ സെൽഫ് റെഗുലേഷൻ and it requires advertisements to be legal, decent, honest, truthful and non-hazardous. Well, and they should observe fairness in competition. പിന്നെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കംപ്ലൈൻസിലും ഇത് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ദ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ. Now, when we are filing a complaint under the ASCI code, what are the complaints that can be handled by the ASCI? നിങ്ങളൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ഇവാലുവേറ്റഡ് ബൈ ദ കൺസ്യൂമർ കംപ്ലൈന്റ്സ് കൗൺസിൽ, CCC. അപ്പോൾ ഈ ഒരു കൗൺസിൽ there are 21 members, 12 from the general public and 9 people from advertising practitioners. So what are the types of complaints which will be handled by ASCI? First one, complaint from general public, including government officials, consumer groups, etc. Second is suo motu complaints from the member of the ASCI board, CCC, or the secretariat. And third is intra-industry. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയാലും കൺസ്യൂമർ ഗ്രൂപ്പ്സ് ആയാലും അവരുടെ കയ്യിൽ നിന്നുള്ള കംപ്ലൈൻറ്റ്സ് കളക്ട് ചെയ്യും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർ തന്നെ ആരും കംപ്ലൈന്റ് തന്നിട്ടില്ല, ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർ തന്നെ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നതാണ്. ASCI ബോർഡോ കൺസ്യൂമർ കംപ്ലൈൻറ്റ്സ് കൗൺസിലോ ഫയൽ ചെയ്യുന്ന കംപ്ലൈൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസർ വേറെ അഡ്വർടൈസറിന് അഗേൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന കംപ്ലൈൻറ്റ്സ്, ഇതെല്ലാം ഈ ASCI കോഡിന്റെ താഴെ അവർ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. Now the second regulatory one is Press Council of India, which is also known as PCI. 1966 Press Council of India set up ചെയ്തത്. The objectives, they have got two objectives. First is to preserve the freedom of the press. പ്രസ്സിന് അതിൻ്റെതായ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ ട്രൂത്ത്ഫുൾ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. And at the same time to maintain and improve the standard of the press in India. അല്ലെ, നമ്മൾ ആ ഒരു നിലവാരം നിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. PCI guideline number 36 with regard to misleading advertisements. അപ്പോൾ നമ്മൾ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇസ് non-publication of advertisements which promote directly or indirectly production, sale or consumption of cigarettes, tobacco products, wine, alcohol, liquor and other intoxicants. അപ്പോൾ ഈ intoxicants like cigarettes, tobacco, wine, alcohol, liquor, ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ, സെയിലും കൺസംഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സ്, ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം, രണ്ടായാലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നാണ് PCI ഗൈഡ് ലൈനിൽ പറയുന്നത്. രണ്ടാമത്തെ, റിജക്ഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ്സ് വിച്ച് ഒഫൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് ആസ് അമെൻഡഡ് ഇൻ 2002. അതായത് ഇവർ പറയുന്നത് ചില മെഡിസിൻസിന് മാജിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിറക്കിൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ഡ്രഗ് അതോറിറ്റി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ കാണിച്ച് ആളുകളെ പറ്റിക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യണം. Then advertisement must be clearly distinguishable from editorial matter carried in the newspaper. എഡിറ്റോറിയൽ അവർ വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ്,
അഡ്വർടൈസ്മെന്റ്സ് പെയ്ഡ് ആണ്. അപ്പം പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ഏതാണ് എന്നും എഡിറ്റോറിയൽ മാറ്റർ എന്താണെന്നും ആളുകൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാൻ പാടുള്ളൂ. The non-publication of dummy or lifted advertisements that have neither been paid for nor authorized by the advertiser. ഇനി ആ പ്രോഡക്റ്റിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഓണർ അല്ലാതെ അയാൾ പേ ചെയ്ത് പബ്ലിഷ് ചെയ്യിപ്പിക്കാതെയോ അയാളുടെ അറിവില്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ പറ്റി ഉണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. Total coordination and communication between the advertisement department and the editorial department of a newspaper in the matter of considering the legal propriety or otherwise of an advertisement received for publication. അപ്പോൾ ഒരു പബ്ലിക്കേഷന് വരുന്ന അഡ്വർടൈസ്മെന്റ് ലീഗലി കറക്റ്റ് ആണോ, അത് കറക്റ്റ് അതിന്റെ ഓണർ തന്നെയാണോ പബ്ലിക്കേഷന് വേണ്ടി തന്നിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ന്യൂസ് പേപ്പേഴ്സിൽ കൊടുക്കാൻ പാടുള്ളൂ. The newspaper should carry caution notice with matrimonial advertisement, അല്ലെ, മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ഇടുമ്പോഴത്തേക്കും ഒരു കോഷൻ കൂടെ ആൾക്കാർക്ക് കൊടുക്കണം. ഇതിൽ ക്ലെയിം ചെയ്യുന്നതിനൊന്നും ന്യൂസ് പേപ്പറിന് ഗ്യാരണ്ടി ഒന്നുമില്ല. ഇതിൽ പറയുന്നവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് വായനക്കാർ തന്നെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഷൻ നോട്ടീസ് ഷുഡ് ബി ഗിവൻ. Then an editor shall be responsible for all matters including advertisements published in the newspaper. ഇപ്പോൾ ഒരു ഗ്രൂപ്പിന് അഡ്മിൻ ആണ് റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് പബ്ലിഷ്ഡ് ഇൻ ദെയർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ന്യൂസ് പേപ്പറിൽ വരുന്ന കാര്യങ്ങൾക്കെല്ലാം അക്കൗണ്ടബിൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് എഡിറ്റർ ആണ് എന്നാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ പറയുന്നത്. സോ ഓൾ ദീസ് restrictions have been enforced to avoid misleading advertisements. Now, what are the different laws governing advertisement? Various laws ഏതൊക്കെയാണ് അഡ്വർടൈസ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്? First, the most popular, the Consumer Protection Act 1986. ഇത് പിന്നും റിവൈസ് ചെയ്തിട്ടുണ്ട് റീസെന്റ്. ഇത് നേരത്തെ ഡേറ്റ് വെച്ചിട്ടാണ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അകത്താണ് കൺസ്യൂമർ റൈറ്റ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദാറ്റ് യു മസ്റ്റ് ബി പ്രൊവൈഡഡ് പ്രോഡക്ട്സ് വിച്ച് ആർ സേഫ് ടു യൂസ്. യു ഷുഡ് നോട്ട് ബി മിസ്ലീഡഡ് ഇൻ എനി മാനർ. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എല്ലാം അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും റിഗാർഡിംഗ് ദ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ്, the date of manufacturing, what is the price, അങ്ങനത്തെ കാര്യങ്ങൾ, what is the date of expiry, who is the manufacturer, what is the product used for, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിൽ നോക്കുമ്പോൾ അവൈലബിൾ ആയിരിക്കണം. കൺസ്യൂമർ ഹാസ് ഗോട്ട് ദ ഫ്രീഡം ഓഫ് ചോയ്സ്, ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് കൺസ്യൂമറിന് ചൂസ് ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് റൈറ്റ്സ് കൊടുക്കുന്നത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ താഴെയാണ്. നെക്സ്റ്റ് ഇസ് ദ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട്. ഓക്കെ, കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ടിൽ അവർ പറയുന്നത് കേബിൾ ടെലിവിഷനിൽ ഒരു ആൾക്കാരെയും സെന്റിമെന്റ്സ് ഹേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് കാണിക്കാനായിട്ട് പാടില്ല എന്നാണ് ആ ഒരു ആക്ടിൽ സ്പെസിഫിക്കലി അവർ മെൻഷൻ ചെയ്യുന്നത്. സോ ആ ഒരു അവരുടെ കോഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് മാത്രമേ അവർ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. ഇതെന്തിനാണ് ഈ ഒരു ആക്ട്, കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് എന്ന് പറഞ്ഞാൽ it is to conform to the laws of the country and to ensure that advertisements do not offend morality, decency and religious susceptibilities of the subscribers. ഇപ്പം മോറലി അല്ലെങ്കിൽ അതിന്റെ ഡീസൻസി വിട്ടിട്ട് അല്ലെങ്കിൽ റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ടി വിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി പറഞ്ഞു. അതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ the consumers, it is to give the consumers the right to be informed about the quality, quantity, potency, purity, standard and price of goods or services. Okay, അപ്പോൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് ഇസ് സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. So direct and indirect advertisements regarding tobacco products avoid ചെയ്യണം എന്ന് പറയുന്ന ആക്ട് ആണ് അത്. Drug and Magic Remedies Act നമ്മൾ ഓൾറെഡി കണ്ടു. They are making claims that this product has got magic quality, it is going to create a miracle, it's going to cure you എന്നൊന്നും പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെന്റ് ആക്കാൻ പാടില്ല. അതിൻ്റെ എല്ലാം ഈ ആക്ട് ആണ് ഡീൽ ചെയ്യുന്നത്. Then prenatal diagnostic techniques to determine the sex of your child, അല്ലെ അൺബോൺ ചൈൽഡ്,
ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ജനനത്തിന് മുമ്പ് നമ്മൾ അറിയാനായിട്ട് ഇവിടെ അപ്രോച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒന്നും പാടില്ല. അത് പണിഷ്മെന്റിൽ എത്തുന്ന ഒരു കാര്യമാണ്. യു വിൽ ബി ഗിവൻ ഇംപ്രിസൺമെന്റ് ആസ് വെൽ ആസ് എ പെനാൽറ്റി ഇഫ് യു ഗിവ് എനി സോർട്ട് ഓഫ് advertisements for prenatal diagnostic techniques. Then Young Persons Harmful Publication Act 1956. കൗമാരപ്രായക്കാരായ അല്ലെങ്കിൽ യൂത്തിനെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് ഒന്നും അവൈലബിൾ ആവാൻ പാടില്ല. അപ്പൊ അതൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആക്ട് ആണ് യങ് പേഴ്സൺസ് ആക്ട് 1956 എന്ന് പറയുന്നത്. So these are all different laws which have been introduced to regulate misleading advertisements. Then there is Department of Consumer Affairs, which is DCA. Consumer advocacy ആണ് അവർ ഉദ്ദേശിക്കുന്നത്. So if you got any complaints, you can file that complaint online, or you can register the complaint online through the portal called gamma.gov.in. Gamma means grievances against misleading advertisements. Okay, അപ്പൊ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്സിന് അഗേൻസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ശ്രദ്ധയിൽപ്പെടുന്നത് നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർട്ടലിൽ കയറി ഓൺലൈനായിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നതാണ്. ജാഗോ ഗ്രാഹക് ജാഗോ ആണ് അവരുടെ ഒരു മോട്ടോ ആയിട്ട് അവർ വെച്ചിരിക്കുന്നത്. our key sectors, and our key sectors are, they are focusing on 6 key sectors. One is food and agriculture, second one is health, third is education, fourth is real estate, fifth is transport, and sixth one is financial services. ഈ ഏരിയാസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് ഹാൻഡിൽ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആയിരിക്കും. സോ ഈ 6 ഏരിയാസിലുമുള്ള റെഗുലേറ്റേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലത്തെ കംപ്ലൈൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത്രയുമാണ് സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ബുക്കിലെ ഫസ്റ്റ് 2 units we have completed in this video. Hope it is clear to you. We will discuss the next unit in another video. Okay, thank you.